ബോംബെയിൽ താബോർ ധ്യാന കേന്ദ്രം എന്നൊരു ധ്യാന കേന്ദ്രമുണ്ട്. 4 വർഷം അവിടെ ഞാൻ ശുശ്രൂഷ ചെയ്തു. അവിടെ ആയിരിക്കുമ്പോഴാണ് ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരു വികാരിയച്ഛനൊരു എഴുത്ത് കൊടുത്തു വിട്ടു. അവരുടെ കയ്യിൽ ഒരു എഴുത്ത് കൊടുത്തു വിട്ടു. മലയാളികളാണ്, അവിടെ സെറ്റിലായിരിക്കുന്നു. ആ എഴുത്ത് എൻ്റെ കയ്യിലോട്ട് തന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇത് വികാരിയച്ഛൻ തന്നതാ, ഒന്ന് വായിക്കണം, ഞങ്ങളെക്കുറിച്ച് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുത്ത് തുറന്ന് നോക്കി. അതിൻ്റെ അകത്ത് വികാരിയച്ഛൻ എഴുതി കൊടുത്ത് വിട്ടിരിക്കുന്നത് എന്നാണെന്നറിയോ? ഈ കത്തുമായിട്ട് വരുന്ന ഭാര്യയും ഭർത്താവും ഞങ്ങളുടെ ഇടവകയിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരാണ്. ഇവർ കാരണം ഞങ്ങളുടെ ഇടവക തകർന്നു. അച്ഛൻ ഇവരെ ഇരുത്തി ഒന്ന് സംസാരിക്കണം. ആരുടെ കയ്യിലാണ് കൊടുത്തു വിട്ടിരിക്കുന്നത്? അവരുടെ കയ്യിൽ കൊടുത്തു വിട്ടിരിക്കുന്ന വികാരിയച്ഛൻ. ഈ എഴുത്ത് ഞാനിങ്ങനെ വായിക്കുമ്പോൾ ഈ ഭർത്താവിൻ്റെ വിചാരം അയാളെക്കുറിച്ച് പോസിറ്റീവായി എന്തോ എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ്. പുള്ളി എന്നോട്, എന്നെക്കുറിച്ച് എഴുതിയിട്ടില്ല. ഞാൻ പറഞ്ഞോണ്ട് ചേട്ടനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ചേട്ടാ ചേച്ചി ഇരിക്കി, നമുക്കൊന്ന് സംസാരിക്കാം. ഉടനെ ഭർത്താവ്, ഓ അച്ഛാ ഇവളോട് സംസാരിക്കും, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല ചേട്ടാ, ചേട്ടനും ഇരിക്കണം, നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. ഇവളോടൊക്കെ ആര് സംസാരിക്കും? തലവേദന എടുക്കും അച്ഛാ. ആരെക്കുറിച്ചാ പറയണേ? സ്വന്തം ഭാര്യ. തലവേദന എടുക്കും. ഞാൻ പുറത്ത് വെയിറ്റ്. അപ്പൊ എനിക്ക് മനസ്സിലായി, മാനസികമായി അത്രയും അകൽച്ചയുണ്ട് ഇവർ തമ്മിൽ. മാനസികമായി അത്ര അകൽച്ച. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ചേട്ടൻ ആ കസേര എടുത്തിട്ട് മാനസികമായി എത്ര അകൽച്ചയുണ്ടോ അത്രയും ദൂരം മാറിയിരുന്നോ. അപ്പോൾ പുള്ളി പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ കസേരയും കൊണ്ട് ഞാൻ അമേരിക്കയിൽ പോയിരിക്കേണ്ടി വരും. എന്തൊരു ചേട്ടൻ! ഈ ചേട്ടൻ വെട്ടുപോത്തിന് സ്വഭാവം, അങ്ങോട്ടെടുക്കാൻ പറ്റുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞാൽ, ചേട്ടൻ പുറത്ത് എവിടെയെങ്കിലും ഇരിക്കും, ഞാൻ ചേച്ചിയോട് സംസാരിക്കട്ടെ. ഞാൻ ഈ ചേച്ചീനെ നോക്കിയപ്പോൾ ചേച്ചി നമ്മൾ നേരത്തെ പറഞ്ഞ വ്യാകുല മാതാവിനെ പോലെ എന്നെയും നോക്കി ഇരിക്കുക. എനിക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ട്. ചേട്ടൻ പുറത്തോട്ട് പോയ ഉടനെ തന്നെ പുള്ളി, കണ്ടില്ലേ 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 അച്ഛാ, ഇതാണ് ഇതിയാൻ്റെ സ്വഭാവം. എന്നെ ഒന്ന് കേൾക്കണ്ടേ? എന്നെ കേൾക്കില്ല അച്ഛാ, ഇതുപോലത്തെ മൂശാട്ട സ്വഭാവ. എങ്ങനെ നന്നാവും കുടുംബം? ചേച്ചി എന്നെ ഉപദേശിക്കാൻ തുടങ്ങി. പേടിക്കണ്ട, ഉറങ്ങി വീണതാ, ഇങ്ങോട്ട് നോക്കിയോ. അപ്പൊ ചേച്ചി പറയുക, എൻ്റെ അച്ഛാ ദേ മൂശാട്ട സ്വഭാവം. എന്നതാ അല്ലേ മൂശാട്ട സ്വഭാവം. അവസാനം ഞാൻ ഈ ചേച്ചീനെ അവിടെ ഇരുത്തി. അപ്പം നമ്മുടെ ഈ ചേച്ചി, ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എന്നാ വല്ലതും പറയാനുണ്ടോ? ഉടനെ ചേച്ചി പറഞ്ഞു, അച്ഛാ എനിക്ക് ഇച്ചിരി സങ്കടം പറയാനുണ്ട്. ഞാൻ പറഞ്ഞു ചേച്ചി എത്ര സമയം പറയണം? ഒരു 15 മിനിറ്റ്. തുടങ്ങിക്കോ. ചേച്ചി ഇരുന്ന് 1996 ജനുവരി 26 അന്ന് കല്യാണം. എന്നാണ് 96 ജനുവരി 26 കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മായിയമ്മ അങ്ങനെ പറഞ്ഞത്, നാത്തൂൻ ഇങ്ങനെ പറഞ്ഞത്. എൻ്റെ ദൈവമേ, പറഞ്ഞു പോയി. നോക്കുമ്പോൾ 25 മിനിറ്റ്, 30, 35 മിനിറ്റ്, 40 മിനിറ്റ്. എന്നത്തെ സംഭവം? ജനുവരി 26 1996. അത് കഴിഞ്ഞ് 27-ാം തീയതി. ഏത്? 1996 ജനുവരി 27. സമയം മുന്നോട്ട് നീങ്ങുന്നു. 1 മണിക്കൂറായി, 1:15, 1.5 മണിക്കൂർ ആയപ്പോഴത്തേക്ക് ഈ സൈഡിൽ നിന്ന് എനിക്ക് നല്ല വേദന, തലയുടെ ഈ വശത്ത് നിന്ന്. ഞാൻ ആ ചേട്ടനെ ഓർത്തു. ആരെ? ഭർത്താവ് എന്നോട് പറഞ്ഞതാ, അച്ഛ ഇവളോടൊക്കെ ആരെങ്കിലും സംസാരിക്കുമോ, തലവേദന എടുക്കുമെന്ന് പറഞ്ഞതാ. ഞാൻ കേട്ടില്ല. എൻ്റെ പിഴ. എൻ്റെ ദൈവമേ, ഈ ചേച്ചിയാണെങ്കിൽ, ചില ചേച്ചിമാരുടെ പ്രത്യേകത കണ്ട് അവർ പറയുന്തോറും ആക്റ്റീവാകും, ആവേശം കൂടിക്കൊണ്ടിരിക്കും. 1.5 മണിക്കൂറായി, 1:45. ചേച്ചി 1996 ജനുവരി ഫെബ്രുവരി മാർച്ചിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇന്ന് ഞെരിപിരി കൊള്ളുന്നു. അവസാനം ഞാൻ ഈ ചേച്ചിയോട്, കൗൺസിലിങ്ങിലെ ഒരു ടെക്നിക്കാണ്, ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി 2004 എന്ത് സംഭവിച്ചു? ചേച്ചി ഉടനെ എന്നെ ഇങ്ങനെ നോക്കി. അച്ഛനൊരു നല്ല കൗൺസിലറാണോ? ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഫ്ലോ നഷ്ടപ്പെട്ടു പോയില്ലേ? അച്ഛൻ എന്തായി സംസാരിക്കുന്നത്? 2002 കാര്യം ചോദിച്ചാൽ ഞാനിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോയില്ലേ? അച്ഛനൊരു നല്ല കൗൺസിലർ ആണെങ്കിൽ ശാന്തമായിട്ടിരുന്ന് കേൾക്കണം. ഒരു പുരോഹിതന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് കേൾക്കണം. എന്നോട് പറയുക. ഇനിയിപ്പോൾ ഞാൻ എന്നാ ചെയ്യും? ഞാൻ പറഞ്ഞെന്നാ പറയ്. നിങ്ങൾ വിശ്വസിക്കത്തില്ല, 4.25 മണിക്കൂർ. എൻ്റെ അവസ്ഥ പപ്പടം. ഞാൻ ഇന്ന് ഈ ചേച്ചിന് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. 4.25 മണിക്കൂറായ ആവേശം കൂടിയ ചേച്ചി ഒരു പ്രകാരത്തിൽ സംഭവങ്ങളൊക്കെ പറഞ്ഞത് മുഴുവൻ നെഗറ്റീവ്. അവരങ്ങളോട് പറഞ്ഞു, ഇവരിങ്ങനോട് പറഞ്ഞു. എൻ്റെ ദൈവമേ, ദുഃഖം, സങ്കടം, കണ്ണുനീര് മാത്രം. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അവസ്ഥ ആകപ്പാടെ തകർന്നിരിക്കുന്നു. ഈ ചേച്ചി എന്നോട് പറയുന്നു, അച്ഛാ വിഷമിക്കണ്ട. ഞാനല്ലേ പറയേണ്ടത് ആ ചേച്ചിയോട്, ചേച്ചി വിഷമിക്കേണ്ടെന്ന്? ഞാനല്ല കൗൺസിലിംഗ് നടത്തിയ ആള്. എന്നാൽ ആ ചേച്ചി എഴുന്നേറ്റ് വന്ന് എൻ്റെ തോളിൽ തട്ടുകൊണ്ട് പറഞ്ഞു, അച്ഛൻ വിഷമിക്കേണ്ട, ഇതെല്ലാ കുടുംബങ്ങളിലും ഉണ്ട്. അച്ഛൻ കല്യാണം കഴിക്കാത്തത് കൊണ്ട് അച്ഛൻ അറിയാൻ പാടില്ലാത്തതാണ്. അച്ഛൻ ഡോണ്ട് വറി. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ?
പുരുഷന്മാരെ വല്ലതും മനസ്സിലായോ? പുരുഷന്മാരോട് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ അന്ന് പഠിച്ചൊരു കാര്യം, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ നിങ്ങളുടെ ഭാര്യനെ നിങ്ങൾ കേൾക്കണം. അത് ഭർത്താക്കന്മാർ പറയാൻ പോണ എന്താണെന്നറിയാവോ? ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെയാണ് അച്ഛാ പറയുന്നത്. അതെ, പറയുന്നത് തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ കേൾക്കണം. നിങ്ങൾ വെറുതെ ആഹാ ഓഹോ ആഹാ ഓഹോഹോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. പക്ഷേ കേൾക്കണം. കേൾക്കണം. എന്താ ഗുണമെന്നറിയോ? എനിക്കന്ന് മനസ്സിലായി. 4.25 മണിക്കൂർ തൻ്റെ ജീവിത അനുഭവം പങ്കുവച്ച ചേച്ചി ഈ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേച്ചി തന്നെ ഉത്തരം കണ്ടുപിടിച്ചു. എന്നോട് പറഞ്ഞു ഡോണ്ട് വറി. ഞാൻ ഒരു വാക്ക് അങ്ങോട്ട് പറയേണ്ടി വന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? സ്ത്രീകളുടെ ഒരു സൈക്കോളജിയാണ്. ചേട്ടന്മാർ ഇത് പഠിച്ചാൽ കുടുംബം രക്ഷപ്പെടും. അതായത് അവർക്ക് വിശ്വാസമുള്ള ഒരാളുടെ മുമ്പിൽ അവർ ഉച്ചത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അവർ തന്നെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തും. പക്ഷേ ചേട്ടന്മാര് കേൾക്കണം. എന്താ ചെയ്യേണ്ടത്? ആഹാ ഓഹോ ആഹാഹാ വെറുതെ ഇരുന്ന് ഇങ്ങനെ മൂളിക്കൊണ്ടിരുന്നാൽ മതി. ഇങ്ങനെ മൂളിയാൽ കുടുംബം രക്ഷപ്പെടും. പ്രൈസ് ദി ലോർഡ്.